പോയില്ലേ? അല്ല, ഞാൻ പോവാൻ തുടങ്ങിയായിരുന്നു. അപ്പഴാ പെട്ടെന്ന് ഓർത്ത് മുത്തച്ഛന് മരുന്ന് കൊടുത്തിട്ടില്ലെന്ന്. അല്ല, അതുകൊണ്ട് സാരമില്ല, ഞാൻ കൊടുത്തോളാം. അല്ല, മുത്തച്ഛനെങ്ങാനും മരുന്ന് മാറി കൊടുത്ത് മുത്തച്ഛൻ മരിച്ചെങ്ങാനും പോയി കഴിഞ്ഞാലേ നമുക്ക് അല്ല മരിച്ച് വാസുദേവൻ പൊയ്ക്കോളൂ. ഞാൻ വരട്ടെ. ഞാനൊരു തമാശ മാഡം പ്ലീ. See you. Bye bye. Good night. ചന്ദനക്കുറി, ചാക്ക് പോലത്തെ ഒരു ഷർട്ട്, ആനയ്ക്ക് കോണം കൊടുത്ത പോലത്തെ ഒരു പാന്റും കറുത്ത ചരടും. എന്തൊരു ഗ്ലാമറുള്ള മുഖമായിരുന്നു. ഓ, ഇപ്പൊ ഒരുമാതിരി വെള്ളരിക്കണ്ടത്തെ കോലം കുത്തിയ പോലുണ്ട്. ആത്മകളം നിർത്ത്. അവള് വളഞ്ഞോടെ. വളഞ്ഞു. ആ പണ്ടാറടങ്ങിയ കൊച്ചിനടുത്ത് എന്റെ നടുവ വളഞ്ഞത്. അതാണെങ്കിൽ ഒരു അസൂര്യ വിത്ത്. മേക്കാൻ പെടുന്ന പാടെ എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ഓ, നല്ല ഒന്നാന്തര AC റൂമിൽ നിന്ന് 2 എണ്ണം അടിച്ചിരിക്കേണ്ട എന്റെ ഒരു ഗതികേട് നോക്കണേ. അതൊക്കെ പോട്ടെ, കാര്യം കഴിഞ്ഞപ്പോ കമ്മാളം പുറത്ത്. കാര്യം കഴിഞ്ഞ അതൊന്നുമല്ല, ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ ഒരു നമ്പർ ഇടാന്ന് വെച്ചപ്പോ അവള് പറയാ, വാസ്തവം പോവല്ലേ, നമുക്ക് നാളെ കാലത്ത് കാണാന്ന്. നാളെ കാലത്ത് കാണിച്ചു കൊടുക്കാം. ഐ വിൽ പ്രൂവ് ഹു ഐ ആം. ഹലോ സെർവന്റ് പണിക്ക് എപ്പോഴാ പോകുന്നത്? രാവിലെ പോണം. എന്നാ 5 AM ഒരു വേക്കപ്പ് കാൾ ബുക്ക് ചെയ്യാം. നീ പോത്ത് വല്ലയുടെ തുടങ്ങിപ്പോയാലോ? വേണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇക്കാര്യത്തിൽ നിന്റെ ഔദാര്യം ഒന്നും എനിക്ക് ആവശ്യമില്ല. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാ മതി. ഇവിടെ ഉള്ളതെല്ലാം ഇഷ്ടം പോലെ നക്കി കുടിച്ചത് ഇവിടെ ഇരുന്ന് തന്നാ മതി. എന്നിട്ട് ഇതിന്റെയൊക്കെ ബില്ല് പേ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന് എന്നെ സഹായിക്കുക. അടിച്ച് ഭഗവാൻ. ചിക്കു വാ, നമുക്ക് പോവാ. വാസുദേവൻ വരും. മോളെ മമ്മയുടെ കൂടെ വാ. എന്താ മോളെ ഇങ്ങനെ? മമ്മക്ക് ഓഫീസിൽ പോകാൻ സമയമായി. വേണ്ട, മോള് സാറാന്റിയുടെ വീട്ടിൽ നിന്നോ. വാസുദേവൻ വന്നാ മോളെ വന്ന് വിളിക്കാൻ മമ്മ ഫോൺ ചെയ്ത് പറയാം. വാ, നമുക്ക് പോവാം. വാസുദേവൻ. വാസുദേവ, വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. തുറന്നകത്ത് കയറാം. പിന്നെ ചിക്കുവിന് ഞാൻ കൊണ്ടുപോവാണ്. വാസുദേവന് ചെയ്യാൻ ഇന്ന് കുറച്ച് ജോലിയുണ്ട്. ഡ്രോയിങ് റൂം ആകെ പൊടി പിടിച്ച് കിടക്കുവാണ്. തറയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. ഷോക്കേസ് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും പൊട്ടിക്കരുത്. ജോലിക്കിടയിൽ മുത്തശ്ശന്റെ കാര്യം മറക്കരുത്. സമയത്തിന് മരുന്ന് കൊടുക്കണം. ചിക്കുവിന്റെ മുഷിഞ്ഞ ഡ്രസ്സൊന്നും വാഷ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഒക്കെ ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ട്. നിറയെ ചെളിയും അഴുക്കുമാണ്. നല്ലപോലെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കണം. ഇനി കിച്ചണിലെ കാര്യം.
പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെക്കണം. തീർന്നില്ല, ഒരു ജോലിയൂടെ ഉണ്ട്. ഇത് കൂടി വൃത്തിയാക്കിയാൽ വാസുദേവന്റെ പണി തീർന്നു. നീയാണോ? വാ വാ വാ. തകർന്നളിയാ, എല്ലാം തകർന്നു. പിടയ്ക്കാതെ കാര്യം പറ. നോക്ക്, 1.5 കിലോമീറ്റർ നീളമുള്ള ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അവള് പോയിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഈ ജോലി ഒന്നും ചെയ്ത് ശീലമില്ല. ഇതൊക്കെ ഈസി ജോബല്ലേ. ആദ്യമായി കുഞ്ഞിന്റെ മൂത്രം എങ്ങനെ മാറ്റാം നോക്കിയോ. അതാണ്. മൂത്രത്തിൽ മുങ്ങിയ തുണിയിൽ സോപ്പ് കൊണ്ട് ഇങ്ങനെ തേക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം ഒലക്കുക, മുറുക്കി പിഴിയുക, ഒന്ന് മണത്ത് നോക്കുക. മൂത്രത്തിന്റെ മണം നിശേഷം മാറിയാൽ മാത്രം നല്ല വെയിലത്ത് ഇങ്ങനെ വിരിച്ചുണക്കുക. ട്രെയിൻ. അടുത്തത് എച്ചിൽ പാത്രങ്ങൾ എങ്ങനെ കഴുകാം. പാത്രങ്ങൾ ഓരോന്നായി കയ്യിലെടുത്ത് അഴുക്കുകളെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിറ്റർജന്റ് പൗഡർ ഇട്ട് ചകിരിയോട് ചേർത്ത് എടുത്ത് ഇങ്ങനെ തേക്കുക. എന്നിട്ട് വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. ഉണങ്ങിയ ടവൽ കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. അത് നിങ്ങളുടെ ഷെൽഫിൽ വെക്കുക. നോക്കൂ, പാത്രങ്ങൾ പളവളാ തിളങ്ങുന്ന കാണുന്നില്ലേ? അടുത്തത് കക്കൂസ് ക്ലീനിങ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രഷ് ഉപയോഗിക്കരുത്. മുട്ടുകുത്തിയിരുന്ന് പ്രസ്തുത കക്കൂസിൽ കൈകൊണ്ട് ഇളക്കി ഇളക്കി ഇളക്കി. മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഇതിനൊരു പരിഹാരം കാണാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. എടാ, പൊട്ടനെ ചെട്ടി ജയിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. നീ ആഫീസർ ജമൻ എന്നെ കുറെ കഷ്ടപ്പെടുത്തില്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? 28ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്ന് കക്കൂസ് കഴിയാനാണ് നിന്റെ യോഗം. ഞാൻ അവളെ ഒന്ന് മുട്ടിക്കാമെന്ന് ഏറ്റിട്ടുള്ളൂ, കെട്ടിച്ചു തരാമെന്ന് ഏറ്റിട്ടില്ല. അത് നിന്റെ വഴി. അതിന് കടമ്പകൾ കുറെ കടക്കണം. കക്ഷത്തിലുള്ള വീഴുകരുത്, ഉത്തരത്തിലുള്ള എടുക്കുകയാണ്. അളിയ പ്ലീസ്, നീ എന്നെ കൈവിടരുത്. നീ സീരിയസ് ആണോ? അതെ, ഞാൻ വളരെ സീരിയസ്. എന്നാ വിത്തിൻ 24 hours ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. എന്നാ ഇമ്മീഡിയറ്റ് ആയിട്ട് പൈൻറ്റ് വരുത്ത്. അയ്യോ, ഈ രാവിലെയോ? അത് നേരവും കാലവും നോക്കണോ? ഗെറ്റ് റെഡി ഭഗവാൻ, തെരി മായ. പൊക്കി പിടിയിടും. എല്ലാവരും പയർ പുറത്തോലെ നിന്നോണം. എല്ലാം ചമന്ന് മേളിക്കേറ്റ്. മുത്തച്ഛൻ, ക്ലീനിങ് ആർമി ഈസ് കമ്മിങ്. വരാൻ പറ. നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ അങ്ങോട്ട് പോ. നമുക്ക് ഇങ്ങോട്ട് പോ. മുറിയിലേക്ക് പോകരുത്. മുത്തച്ഛൻ അവിടെ ഞാൻ ക്ലീൻ ചെയ്തോളാം. അയ്യോ, എന്നാ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഞാനാണ് വാസുദേവൻ. അല്ല, ഞങ്ങൾ മൊത്തത്തിൽ മുറി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന പാത്രം കഴുകുക, തുണി നനയ്ക്കുക, അങ്ങനെ എല്ലാം. മോനെ, നിനക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇതിനു മുമ്പ് ഒരിച്ചും ഉണ്ടായവള് ഈ മുറിക്കകത്ത് കടന്നിട്ടേ ഇല്ല. ആരാത്? എന്താ ഒരു ശബ്ദം? അല്ല, ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കലടാ പട്ടി. ഹലോ. ഓ, പട്ടിയല്ല, പെട്ടി. ഞാൻ ഇവിടുത്തെ പെട്ടികളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നുമില്ല, ഞാൻ ഇവിടുത്തെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തട്ടി മാറ്റുകയായിരുന്നു. ഒന്നുമില്ല, ക്ലീനിങ് തുടങ്ങി കഴിഞ്ഞു, രാവിലെ തുടങ്ങി കഴിഞ്ഞു, ഉച്ചയ്ക്കുമ്പോ തീരും. മുത്തശ്ശൻ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗോ ആൻഡ് ഡു യുവർ ജോബ്, ബ്ലഡി ഫൂൾ. ക്ലീനിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരാഴ്ച കൊണ്ട് ക്ലീൻ ചെയ്യാനല്ല. അനു വൈകിട്ട് 5 മണിക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ മുഴുവൻ ക്ലീൻ ആയിരിക്കണം. ഗോ ആൻഡ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നീ അറ്റാക്ക് ചെയ്യരുത്. അവർ യന്ത്രങ്ങളല്ല ഫാസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ, മനുഷ്യരാണ്. അവര് ഫാസ്റ്റ് ആകണമെങ്കിൽ ഞാൻ ഫാസ്റ്റ് ആകണം, ഞാൻ ഫാസ്റ്റ് ആകണമെങ്കിൽ സ്മാർട്ട്. എന്താ അവിടെ ശബ്ദം? എന്റെ കണ്ണടയും പൊട്ടി കണ്ണും കാണാൻ പാടില്ല. വാസുദേവാ,
ഞാൻ പേടിച്ചില്ല പേടിച്ചില്ല പേടിച്ചില്ല. സമാധാനായല്ലോ. വാസുദേവനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ കറിയാച്ചനെ നിലത്ത് നിർത്തിയിട്ടില്ല. ഞാനും കാണാൻ കൊതിച്ചിരിക്കുന്നു. എന്താ മോളെ, ചിക്കൻ മോളെ. ഒരുപാട് ജോലികൾ എഴുതി വെച്ച് പോകുമ്പം ഇത്രയൊക്കെ ഭംഗിയാവൂന്ന് ഞാൻ കരുതിയില്ല. ചിക്കുവിനെ നോക്കാൻ ഒരാള്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ വാസുദേവൻ എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. സത്യം പറയാലോ, എനിക്കിഷ്ടമായി. സത്യം പറയാലോ, എനിക്കിഷ്ടമായി. പണിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു നുണയാണെന്നാ ഞാൻ കരുതിയത്. അല്ല, ഞാനപ്പോ ശമ്പളത്തിന്റെ കാര്യമല്ലേ, പേടിക്കണ്ട. വാസുദേവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തരും. അയ്യോ, അതല്ല മാഡം. യെസ്, അനുപിള്ള ഹിയർ. പിന്നെ രാജുവിന്റെ ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ, സിദ്ധിയൊന്നുമില്ല, മനസ്സിൽ പതിഞ്ഞ ശബ്ദമായതുകൊണ്ടാ. പറയാം, പക്ഷേ ഒരാൾക്ക് മാത്രം ആ വിചാരം ഉണ്ടായ പോരല്ലോ. എടാ, മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞായിട്ടേ തോന്നു. ഇത് നിനക്ക് മഞ്ഞായിട്ടല്ലേ തോന്നുന്നു? അവള് ഫോണിൽ കൂടി ആരോടോ കളിച്ചിരിച്ച് വർത്താനം പറഞ്ഞു വെച്ച് അത് അവളുടെ കാമുകനാണെന്ന് എന്താ ഉറപ്പ്? വാട്ട്സ് എ പ്രൂഫ്? തെളിവ്? നേരം വെളുക്കുമ്പോ മുതല് പാതിര വരെ പട്ടിയെ പോലെ ഇവിടെ കാവലി കിടന്നിട്ട് ഒടുവിൽ മണ്ണും ചരിയുന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവില്ല. നീ ഡെസ്പ് ആകാതെ അവളുടെ മനസ്സിലോട്ട് ഇടിച്ച് കയറാൻ നോക്ക്. അല്ലാതെ അത് കണ്ടു ഇത് കേട്ടു എന്നൊക്കെ പറഞ്ഞ് കൂടും കുടുക്കുമായിട്ട് ഇറങ്ങി പോന്നാൽ സാറമ്മ സാറിനോട് ഉത്തരം പറഞ്ഞ ഞാനാ. പിന്നെ അറിയാവല്ലോ, നിന്റെ ചെള്ളയും പൊളിയും എന്റെ പള്ളയെ ഒഴി. ആ തെണ്ടി ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. വിത്തിൻ 24 hours 20 minutes ആ തെണ്ടിയെ കുറിച്ചുള്ള A to Z വിവരങ്ങൾ ഞാൻ നിന്റെ നിരത്തും. പ്രോമിസ്. ഭഗാൻ തെരി മായ. ഓ, സോഡ ഒഴിച്ചില്ല. ഇത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ്. വാസുദേവ, നമ്മുടെ വാസുദേവനല്ലേ ഇത്? നീ എന്താ ഈ വേഷത്തില്? ഞാനാ കറിയ. हमने तुमको देखा, तुमने हमको देखने के लिए मैं 50 बरस के लिए हिंदुस्तान की अदालत में क्या करो समझा? कुत्ते का बच्चे. നീ എന്താ ഈ പറയുന്നത്? मेरे हाथ. വാസുദേവ, അരെ ക്യാ ഹുവാ? हुआ പൂവാന്ന് പറഞ്ഞ മലയാളം വാക്കല്ലേ? അതെ. അത് ശരി. നിക്കട്ടെ, നീ ഓടി രക്ഷപ്പെടാന്ന് വിചാരിക്കില്ല. നീ ആരെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ഓട്ടോറിക്ഷ അങ്ങനെയാണെങ്കിൽ അതില് നിക്കവിടെ. ഓട്ടോക്കാരാ നിർത്തവിടെ. സാർ അന്വേഷാളെ കിട്ടിയോ? കിട്ടി, പോക്കറ്റിലുണ്ട്. എന്താ തനിക്ക് വേണോ? ആരാ? അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. എന്ത് കുഴപ്പമുണ്ട്? പിടിക്കും ഞാൻ അവനെ. വാസുദേവ, വാസുദേവ, വാസുദേവ. എന്റെ കർത്താവേ, എത്ര? 10 രൂപ കൊടു. അതെ, ഞാനിവിടെ റൂഫ് ടോപ്പിലുണ്ടാവും. കാരണം വേഗം വാ. ഓക്കെ. ഓഫീസിൽ നിന്ന് മിസ്റ്റർ പ്രകാശ്, മുസാഫിർ പ്രൊജക്ടിന്റെ ആൾക്കാർ കുവൈറ്റിൽ നിന്ന് ഇതുവരെ വന്നത് സ്കെച്ച് കണ്ട് ഡിസ്കസ് ചെയ്യാനാ. ആ മാരണമാണ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഉടനെയൊക്കെ തീർക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാലും എന്റെ കോൺഫിഡൻസിന് ഐ വാണ്ട് യുവർ ടച്ച് ഇൻ ഇറ്റ്. കിട്ടിടാ.
ഭയങ്കര ദാഹം. രാജുവിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. അല്ല എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് രാജു സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കണേ. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഇവനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇവൻ ആള് കുറച്ച് ചീപ്പാ, അതുകൊണ്ട്. പിന്നെ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ഏതാ പ്രശ്നം? പ്ലീസ് സോറി. ഷർട്ട് എന്ന് പിടി വിടറാ. ഇരിക്കുന്ന എന്റെ MD മരങ്ങോടാ. ഞാൻ ഇവിടെയാണ് താമസിക്കുന്ന കാര്യം പോലും പുള്ളിക്കറിയില്ല. അബദ്ധവശ കണ്ടുമുട്ടിപ്പോയതാ. നീ ചളമാക്കരുത്. പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വേഗം പോ. രാജു സുമുഖൻ സുന്ദരൻ, എന്തൊരു മുഖശ്രീ. ആ മുഖത്തേക്ക് ഒരിക്കൽ നോക്കിയാൽ പിന്നാരും കണ്ണെടുക്കില്ല. നിന്നെ അവനെ കണ്ട നായെ നരിയം പോലെ ഇരിക്കും. ഭയങ്കര പണക്കാരനാണ്. അവൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിന്റെ മുഴുവൻ ചുമതലയും അനുവിനാണ്. ഒരു ആർക്കിടെക്റ്റും കസ്റ്റമർ തമ്മിലുള്ള ബന്ധം മാത്രമേ അവരുമില്ലുള്ളൂ. ഇനി ആ ബന്ധത്തിനുള്ളിൽ മറ്റു വല്ല ബന്ധമുണ്ടോ എന്ന് ഞാൻ ചുഴിഞ്ഞിറങ്ങി നോക്കണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇനിയും സംതിങ് ചെലവാക്കേണ്ടി വരും. കഴിവരുടെ മോനെ, നിനക്ക് നനഞ്ഞ സ്ഥലം തന്നെ തോന്നണല്ലോ. ഞാൻ അങ്ങോട്ട് വലിഞ്ഞേറി വന്നില്ലല്ലോ തോണ്ടാൻ. നീ അല്ലേ എന്നെ കൊണ്ട് തോണ്ടിക്കുന്നത്? വേണ്ട, ഞാൻ തോണ്ടരുത്. എന്തായാലും നമുക്ക് ഇപ്പൊ തോണ്ടണം. വൈകുന്നേരം റൂമിൽ വെച്ച് കാണാം. പോ. കഴിഞ്ഞ മാസം ലോസോപ്പയാണ്. ഒരു 100 രൂപ. അയ്യോ അയ്യേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ. നോനു പ്രകാശ് ഇരിക്കൂ. മുസാഫിർ കോംപ്ലക്സ് സ്കെച്ചുമായി ഞാൻ അനുപ്പിള്ളിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഓൾ റൈറ്റ്. ഷീ വിൽ എക്സ്പ്ലെയിൻ യു ദി തിങ്സ്. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രകാശ് പറഞ്ഞാൽ മതി. ശരിയാവില്ല സാർ. ഇപ്പൊ കണ്ട ഒരിക്കലും ശരിയാവില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു വർക്കിൽ ഇൻവോൾവ് ആയിരിക്കാം. അതിനിടയിൽ മറ്റൊരു ഡിസ്കഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. മറ്റൊന്നുമല്ല, ഞാൻ ഒരു വർക്കിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എന്റെ മനസ്സ് അറിയാതായിരിക്കും. അതുകൊണ്ട് സാറ് വേറൊന്നും വിചാരിക്കരുത്. അനു വരുമ്പോൾ സാർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോ ഞാൻ ജാട കാണിച്ചെന്ന് വിചാരിച്ച അവർ ഫീൽ ചെയ്യേണ്ട. അതുകൊണ്ട് സോറി സാർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ദാറ്റ്സ് വൈ. ബൈ, സീ യു. താങ്ക് യു. എന്താ കാര്യം പറ. അല്ല, എങ്ങോട്ട് പോയി? താഴോട്ട് പോയി. അയ്യോ, ഇതാണല്ലോ പ്രകാശ്. അവള് താഴെ എത്തി. അയ്യോ, നീ ഇപ്പൊ അങ്ങോട്ട് താഴെ പോണ്ട. താഴെ പോയ അവള് നിന്നെ കാണും. നമ്മുടെ പരിപാടി എല്ലാം പൊളിയും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് റൂമിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. വാ.